കർത്താവിന്റെ സ്വർഗാരോഹണം, മൗണ്ടൻ ഓഫ് അസെൻഷൻ എന്നാണ് അതിനെ സ്ഥലത്തിന് വിളിക്കുന്നത്. ആ സ്ഥലവും ഗസമീൻ തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് 1000-ലേറെ സ്റ്റെപ്പുകൾ. ഗസമീൻ, ഒലിവുമല എന്നൊക്കെ പറയില്ല നമ്മള്. ആ കർത്താവ് പീഡാസഹനത്തിന് മുമ്പ് ഇങ്ങനെ രക്തം വിയർത്തു പ്രാർത്ഥിച്ച ഒലിവുമലയുടെ അടിവാരത്ത് നിന്നും ഉള്ള വലിയൊരു കയറ്റം. ക്ഷീണിച്ചു പോകും. നമ്മളൊരു 3-4 സ്ഥലങ്ങളിലെങ്കിലും അവിടെ ഇരിക്കും, എന്നിട്ട് മുകള് വരെ എത്തുള്ളൂ. ആ മുകള് വരെ ചെന്ന് ഈ പറയുന്ന കർത്താവിന്റെ സ്വർഗാരോഹണത്തിന്റെ മലമുകളിൽ എത്തുന്നതിന് തൊട്ടു മുമ്പ് ഒരു പ്രത്യേക സ്ഥലമുണ്ട്. ആ സ്ഥലമാണ് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന. അതേത് പ്രാർത്ഥന പഠിപ്പിച്ചേ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന പഠിപ്പിച്ച ആ ഒരു സ്ഥലം. അവിടെ ഒരു ദേവാലയമാണ്. അതും കൂടി കഴിഞ്ഞൊരു 100 മീറ്റർ കഴിയുമ്പോഴാണ് ഈ പറയുന്ന നമ്മളുടെ സ്വർഗാരോഹണ കുന്നല്ലെങ്കിൽ മല. അപ്പൊ ഞാൻ ഓർക്കുകയായിരുന്നു, ഏതൊരുവന്റെയും ജീവിതത്തിന്റെ സഹന വഴി, ഗസമീൻ തോട്ടം എന്ന് വെച്ചാൽ സഹന വഴിയാണ്. ആ സഹന വഴികളിലൂടെ സ്വർഗത്തിലെത്താൻ ഒരുവന് ഏറ്റവും ആവശ്യമുള്ള ഒരു ഒറ്റ കാര്യമുള്ളൂ. ഏതാണ്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന പ്രാർത്ഥന മനസ്സിരുത്തി പ്രാർത്ഥിക്കാൻ ഏതൊരുവന് കഴിയുന്നുവോ അവർക്കൊക്കെ എന്ത് കിട്ടും? സ്വർഗം കിട്ടും, ഉറപ്പാ. അതുകൊണ്ട് മറ്റു പ്രാർത്ഥനകളൊക്കെ മറന്നുപോയാലും ഈ ഒരു പ്രാർത്ഥന മറക്കാതിരുന്നാൽ മതി. മറക്കാതിരിക്കുക എന്നതിന്റെ അർത്ഥം എന്താണ്? അത് ധ്യാനിക്കാനും ജീവിക്കാനും നമുക്ക് പറ്റണം. അതല്ലെങ്കിൽ കാര്യം, നമ്മളിപ്പോ ഒത്തിരി പ്രാവശ്യം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയൊക്കെ ചൊല്ലും, പക്ഷേ ശരിക്കും അതിന്റെ അർത്ഥം പോലും നമ്മൾ ധ്യാനിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല, വെറുതെ അങ്ങോട്ട് ചൊല്ലിപ്പോവുക. ഒറ്റ ഒരു എക്സസൈസ് നിങ്ങൾക്ക് തരുന്നുള്ളു. ഇന്ന് മുതൽ ആ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന ഓരോന്നും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന, എൻ്റെ പിതാവേ എന്നല്ല. അപ്പൊ അവിടെ ഞാൻ മാത്രമല്ല, നമ്മൾ എല്ലാവരും ഉണ്ട് എന്നുള്ളതാ. ഒരാളെ പോലും മാറ്റി നിർത്താതെ ചൊല്ലേണ്ട പ്രാർത്ഥനയാണ് എന്ത്? ഈ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. സ്വർഗത്തിലേക്ക് എത്താനുള്ള വഴിയാണ്. ഇപ്പൊ നമ്മൾ ഈ പ്രാർത്ഥന ചെല്ലുമ്പോൾ നിങ്ങൾ ഇങ്ങനെ കൈകൂപ്പി, അച്ഛന്മാര് കൈവിരിച്ച് ഇങ്ങനെയാണ് നിൽക്കുന്നത്. ശരിക്കും ഈ പ്രാർത്ഥനയുടെ രീതി എന്താണ്? അടുത്ത് നിൽക്കുന്ന എല്ലാവരും കൈകൾ ഇങ്ങനെ ചേർത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചൊല്ലുന്ന പ്രാർത്ഥനയായിരുന്നു ആദിമ ക്രൈസ്തവ സഭയിൽ ഈ പ്രാർത്ഥന. കാരണം ഈ ഒരു ഒറ്റ പ്രാർത്ഥനയെ അവർക്കുണ്ടായിരുന്നുള്ളു. 300 വർഷത്തോളം ക്രൈസ്തവ സഭയ്ക്കുണ്ടായിരുന്ന ഒരേ ഒരു പ്രാർത്ഥന ഏതാ? സ്വർഗസ്ഥന. വേറെ പ്രാർത്ഥനയൊന്നുമില്ല. ഈ ഒരു പ്രാർത്ഥനയുടെ ബലത്തിലാണ് ക്രൈസ്തവർ മരിക്കാൻ പോലും തയ്യാറായിരുന്നത്. അത് അവരുടെ കൂട്ടായ്മയുടെ കരുത്തായിരുന്നു. അപ്പൊ ഞാൻ കരുതിയായിരുന്നു, ഈ ഗസമീൻ തോട്ടത്തിൽ നിന്നും സ്വർഗാരോഹണത്തിന്റെ മലമുകളിലേക്ക് എത്തുമ്പോൾ ഈ യാത്ര ചെയ്യുന്ന ഏതൊരു മനുഷ്യന്റെയും ബലം എന്താ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന. ആ പ്രാർത്ഥന ധ്യാനിച്ച് മുന്നേറുന്ന മനുഷ്യർക്കൊക്കെ ഈ പറയുന്ന സ്വർഗരാജ്യത്തിന്റെ അനുഭവം കിട്ടുക തന്നെ ചെയ്യും, ഉറപ്പാണ്.